ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്നും സന്തോഷമാണെന്നും വിചാരിക്കുന്നു. അതിനുവേണ്ടി പഠിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മക്കളൊക്കെ ഉണ്ടല്ലേ പൊതുപരീക്ഷ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ക്ലാസ്സിലെ എക്സാമൊക്കെ ആവാനായിട്ടുണ്ടാകും, മദ്രസയിലായാലും സ്കൂളിലായാലൊക്കെ. അപ്പോൾ ഇങ്ങനെ മദ്രസയിലെ കുട്ടികൾക്ക് എക്സാം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഉമ്മമാർക്കൊക്കെ ഒരു ടെൻഷൻ വന്നിട്ടുണ്ടാവില്ലേ, പ്രത്യേകിച്ച് പൊതുപരീക്ഷയൊക്കെയാണ് നിങ്ങൾ പഠിച്ചോനെ. ഇനിയിപ്പോൾ ഫസ്റ്റ് 5ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് പൊതുപരീക്ഷയ്ക്ക് എഴുതാനും നമുക്ക് പ്രത്യേകിച്ചുണ്ടാവും, പഠിച്ചോനെ ഈ കുട്ടിക്ക് കിട്ടുമോ, നല്ല മാർക്ക് കിട്ടുമോ, ഡോപ്ലസ് കിട്ടുമോ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ നല്ല മാർക്ക് കിട്ടുമോ, ഫുൾ A++ കിട്ടുമോ, അങ്ങനെയൊക്കെ നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മളിത് റിവിഷൻ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ച് എന്ന് പറയാൻ പറ്റില്ല, 1-to-1 ട്യൂഷനാണ്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിതിൽ അവസാനമായിട്ടാണ്, അതായത് റിവിഷൻ ബാച്ച് അല്ലേ, അപ്പോൾ അവസാനമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായി, ഇനി കുറച്ചല്ലേ ഉള്ളൂ എക്സാമിനൊക്കെ. എനിക്ക് തോന്നുന്നു ഫെബ്രുവരിയോ മാർച്ചൊക്കെ എക്സാം ഉണ്ടാവും. നമ്മൾ ആ നോമ്പിൻ്റെ സമയത്തായിരിക്കും എക്സാം. അപ്പോൾ നോമ്പിന് മുമ്പായിട്ട് എക്സാം തീരും. നോമ്പ് ഇപ്പോൾ ആവാനായല്ലോ. അപ്പോൾ എക്സാമിൻ്റെ ടൈം ടേബിളും കാര്യങ്ങളും ഒക്കെ നമ്മളെ മനസ്സിൽ നമുക്ക് വീണ്ടും വീണ്ടും പേടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ പഠിക്കുന്നത് വഴി, ഇനിയിപ്പോൾ ഇത്രയും പഠിക്കാതെ ഇത്രയും ദിവസമായിട്ടും ഒന്നും പഠിച്ചിട്ടില്ല എങ്കിൽ പോലും ഇനി നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഈ A++ഉം A++ഉം ഒക്കെ. അതിന് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, അത്രമാത്രം ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. പിന്നെ പഠിച്ചുകൊണ്ടൊരു സാന്നിധ്യം എപ്പോഴും വേണം, പഠിച്ചുകൊണ്ട് എപ്പോഴും ദുആ ചെയ്യാം, കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന പാരൻസ് ആയാലും കുട്ടികളായാലും എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഇത് ക്ലാസ് വരുന്നത് ശനിയും ഞായറായിരിക്കും ക്ലാസ് ഉണ്ടാവുക. ആഴ്ചയിൽ 2 ദിവസമായിരിക്കും ക്ലാസ് ഉണ്ടാവുന്നത്. ഇപ്പോൾ അതിൽ ഇത്ര സമയമൊന്നുമില്ല. എന്തായാലും ഒരു ദിവസം നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക്ക്, ആ ഒരു ടോപ്പിക്ക് എപ്പോഴാണോ തീരുന്നത് അത്രയും ടൈം നമുക്ക് ക്ലാസ് ഉണ്ടാകും. അല്ലാതെ 1 മണിക്കൂർ, അരമണിക്കൂർ അങ്ങനെ എന്ന് കരുതി 10 മിനിറ്റ് അങ്ങനെ ചെറിയ രീതിയിലായിരിക്കില്ല കേട്ടോ. ലൈവ് ക്ലാസ്സുകളാണ്, സൂമിലോ ഗൂഗിൾ മീറ്റിലോ ഒക്കെ. നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ആകുന്നത് അപ്പോൾ ആ ഒരു സമയം നമ്മളോട് പറഞ്ഞാൽ മതി. നമ്മൾ ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും ക്ലാസ് എടുത്ത് തരുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു ക്ലാസ്സിൽ വരുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ റിവിഷൻ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മുൻ വർഷത്തെ ചോദ്യപേപ്പറുകൾ റിവിഷൻ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ കുറേ ടെസ്റ്റുകൾ നടത്തും. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടത്തുന്ന വഴി, റിവിഷന് ഒരുപാട് പ്രാവശ്യം നമ്മൾ ചാപ്റ്റേഴ്സ് വീണ്ടും റിവൈസ് ചെയ്യും. ഇങ്ങനെയൊക്കെ നടത്തുന്ന വഴി നമുക്ക് വളരെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, എക്സാമിൻ്റെ ആ ഒരു ഇതുവരേക്കും നമുക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക്, ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അംഗമാവുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിളിക്കുന്നതാണ്. ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ പ്രത്യേകത, നിങ്ങളുടെ നമ്പർ വേറെ ആർക്കും കാണാൻ പറ്റില്ല, അഡ്മിന് കാണാൻ പറ്റും. അപ്പോൾ അഡ്മിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിളിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ഫീസിൻ്റെ കാര്യം പറയാം. ഫീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലാസ് വരുന്നത്, ഇനിയിപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ ജോയിൻ ചെയ്ത് തൊട്ട ആ ഒരു ഇതിൽ തന്നെ ക്ലാസ് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ആ ഒരു ഇത് മുതൽ നിങ്ങൾക്ക് ക്ലാസ് അവസാനമാവോളം, അതായത് പൊതുപരീക്ഷ ആവുകയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഫീ എന്ന് പറയുന്നത് 3000 റുപ്പീസാണ് കേട്ടോ. 3000 രൂപയാണ് ഫീസ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ഒരുപാട് കുട്ടികൾ നമ്മളെ അടുത്തേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു മാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടല്ലേ, തീർച്ചയായിട്ടും അത് നടക്കും. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ചേരുന്ന 3 പേർക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട് കേട്ടോ, വേഗം ജോയിൻ ചെയ്തോളൂ. പിന്നെ ഒരുപാട് പേർക്കൊന്നും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, അതായത് ലിമിറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിമിറ്റഡ് അഡ്മിഷൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന സമയത്ത് ലൈവായിട്ടുള്ള സെക്ഷൻസ് അല്ലേ, നമുക്കും സമയം വേണ്ടേ, ഓരോ കുട്ടിക്കും ഇത്ര സമയം വെച്ച് എടുക്കണ്ടേ. അപ്പോൾ ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ, നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കിക്കോളൂ. നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് പൊതുപരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക് ഇപ്പോഴേ ഉറപ്പിച്ചോളൂ. പൊതുപരീക്ഷയ്ക്ക് മാത്രമല്ല കേട്ടോ, മറ്റ് എല്ലാ ക്ലാസ്സുകൾക്കും നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും 3000 രൂപ തന്നെയാണ് ഫീസ് വരുന്നത്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്തോളൂ. കാണാം. അസ്സലാമു അലൈക്കും.